إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن ربك يبسط الرزق لمن يشاء ويقدر إنه كان بعباده خبيرا بصيرا. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ പകർത്തിയും പാലിച്ചു അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന ദാസന്മാരിൽ പെടണേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ജീവിത ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ഒരുപാട് താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ട് താനും. എന്നാൽ ജീവിതത്തിലെ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടാൻ, രണ്ടറ്റങ്ങൾ കൂട്ടിക്കിട്ടാൻ പെടാപ്പാട് പണിയെടുക്കുന്നതിൻ്റെ പരക്കം പാച്ചിലിൽ പലപ്പോഴും പല നല്ല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആത്മീയമായ മേഖലകളിൽ സമയം ലഭിക്കാത്തവരായി അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. തൻ്റെ അയൽവാസിയായ മനുഷ്യൻ അസുഖം ബാധിച്ച് കിടന്നാൽ അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ, അതല്ലെങ്കിൽ മുമ്പൊക്കെ നമ്മളോട് നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന, അതല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ സുഹൃത്തുക്കളായിരുന്ന ആൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ, നമ്മുടെ വാപ്പാക്ക് ജനാസ നമസ്കരിച്ച അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കാനുള്ള താല്പര്യം പലപ്പോഴും നമ്മുടെ തിരക്ക് കാരണത്താൽ നമുക്ക് ലഭിക്കാറില്ല. ഇതിനൊക്കെയും സുപ്രധാനമായ കാരണമായി നമ്മൾ പറയാറുള്ളത് നമ്മുടെ ജോലി തിരക്കും നമ്മുടെ അധ്വാനവും നമ്മളുടെ ഉപജീവനവും ഒക്കെയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച പ്രവാചകന്റെ സഹാബത്തും അതിൻ്റെ പിന്തുടർച്ചക്കാരും
അവരുടെ മഈശത്തിനൊക്കെ അവർ പോകുകയും, എന്നാൽ പ്രവാചകൻ വിളിക്കുന്ന യുദ്ധം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസുകൾ വരെ, അതിനിടയിൽ ഓരോരുത്തരും ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളിലെല്ലാം അവരെല്ലാവരും എങ്ങനെയായിരുന്നു എത്തിച്ചേർന്നത് എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഈ വിഷയത്തിൽ പലപ്പോഴും പിറകോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാറ്റിനും പ്രഥമമായ കാരണമായി നമ്മൾ പറയാറുള്ളത് നമ്മുടെ ജോലിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ജോലി സ്ഥലത്താണ്. എന്തായിരുന്നു നിങ്ങൾ അവിടെ കാണാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഡ്യൂട്ടിയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം ഉപജീവനം ലഭിക്കുക എന്നത്. ഉപജീവനം നമ്മുടെ കൈകളിലേക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 10 മാർഗങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഖുതുബ. പ്രധാനമായ പോയിന്റായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഒന്ന് തഖ്വല്ലാഹ്. ഉപജീവനം, റിസ്ക് ലഭിക്കാൻ പ്രധാനമായും വേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ആ അങ്ങേയറ്റത്തെ സൂക്ഷ്മത സാമൂഹികമായി നമ്മൾ ഉണ്ടാകുന്ന സമയത്തോ, ഇടത്തും വലത്തും നല്ല ആളുകൾ ഉണ്ടാകുന്ന സമയത്തോ ഉള്ള തഖ്വയല്ല. അതെല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ ഫാസിക്കായ അല്ലെങ്കിൽ തമ്മാടിയായ താന്തോന്നിയായ ഒരു മനുഷ്യൻ വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് മാന്യനായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. എന്നാൽ ഒരാളുടെ ജീവിതവും യാത്രയും അവൻ്റെ ഇടപെടലുകളും ആളുകളുടെ കൂടെയായാലും ശരി, ഒറ്റക്കായാലും ശരി, അവൻ ഏറ്റവും സൂക്ഷ്മത പുലർത്തിയാണ് ജീവിക്കുന്നതെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിൽ അല്ലാഹു പറയുകയാണ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, ആർ അല്ലാഹുവിനെ സദാസമയങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അവൻ അല്ലാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്ന, നമ്മളെല്ലാവരും സുപരിചിതമായി കേട്ടിരിക്കുന്ന ആയത്താണ് സൂറത്തു ത്വലാഖിലെ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. രണ്ടാമത്തെ ഖുർആനിലെ പ്രയോഗം അതേ സൂറത്തിൽ, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു ഒരു തുറവി നൽകും, അവന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും, ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന്. തഖ്വ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സിറ്റുവേഷനിലൂടെ അല്ലാഹു പരിശോധിക്കുമ്പോഴും തഖ്വ കൈമുതലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം വരും. ഭൗതികമായ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്, ഒരൽപ്പം സൂക്ഷ്മത പുലർത്തിയാൽ പലതും നമുക്ക് ലഭിക്കാതെ പോകുന്ന നമ്മൾ വിചാരിക്കാറുള്ളത്. ആളുകൾ അങ്ങനെ പറയാറുണ്ട്, 5 രൂപ ലാഭം കിട്ടുന്നതെല്ലാം ഹറാമാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പണക്കാരനാകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രൊമോഷനോ പ്രോഗ്രസോ വേണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം. കച്ചവടത്തിന് കസ്റ്റമർ സ്ഥിരമായി വന്ന് കച്ചവടം നടക്കണമെങ്കിൽ ചില സംഗതികളൊക്കെ നമ്മൾ വിൽക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ പറയുന്ന കാരണങ്ങളാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനത്തതൊക്കെ വിറ്റിട്ടായിരിക്കും സഹാബാക്കളൊക്കെ ഉപജീവനം നടത്തിയത് എന്നാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളസത്യം ചെയ്യലും, പൂഴ്ത്തിവെക്കലും, ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒറിജിനൽ എന്ന് പറയലും, അതേപോലെ അരുതെന്ന് പറയുന്ന, നമ്മൾ നമ്മുടെ മക്കളോട് വാങ്ങരുതെന്ന് പറയുന്ന സാധനങ്ങൾ വിൽക്കലും, അതുപോലെ തന്നെ ഇതൊന്നും ലഹരിയിൽപ്പെടില്ല എന്ന് വിചാരിച്ച് ചെറുതുകളായ പലതും നമ്മുടെ കച്ചവട ചരക്കുകൾക്കിടയിൽ വെച്ച് വിറ്റ് തീർക്കുന്നതും ഈ ഏർപ്പാടൊക്കെ ആയിരുന്നു സഹാബാക്കൾക്ക് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തെറ്റിയിട്ടുണ്ട്. മറിച്ച് സൂക്ഷ്മാലുവാണെങ്കിൽ അരുതാത്തത് വേണ്ട എന്ന് വെക്കാൻ, ആ ഏർപ്പാട് വേണ്ട എന്ന് വെക്കാൻ, തന്റെ ജമാഅത്ത് നമസ്കാരങ്ങൾ മുടങ്ങുന്ന ഒരു ജോലിയാണ് തനിക്കെങ്കിൽ ഇതിനേക്കാളും മഹത്തരമായ ഒരു സൽക്കർമ്മം ലോകത്തില്ല എന്ന് മനസ്സിലാക്കി ആ ഏർപ്പാട് മാറ്റാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവിടേക്കൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തഖ്വ ഉണ്ടാകുക, അത് നമ്മുടെ റിസ്കിന് ഏറ്റവും എളുപ്പമാണ്. സൂക്ഷ്മത പുലർത്തിക്കോ, അല്ലാഹ് എത്തിച്ചോളും. നിങ്ങൾക്കൊരു വഴി തരും, നിങ്ങൾ വിചാരിക്കാത്തതിലൂടെ. വയർസുഖുഹു, നിങ്ങൾ റിസ്ക് ചെയ്യപ്പെടും, നിങ്ങൾക്ക് ഉപജീവനം വന്നു ഭവിക്കും. മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ, നിങ്ങൾ കണക്ക് കൂട്ടാത്ത വഴിക്ക് ആ സംഗതി വരും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ, സൗദി അറേബ്യയിലോ മറ്റോ
ഏതോ ഒരു കേസ്, മുമ്പത്തെ ഒരു കേസ്, അതിൻ്റെ ഫലം വന്നിരിക്കുന്നു. 3000 കോടിയോ അങ്ങനെ എന്തോ. ആ അവകാശികളായ കേസുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ഇപ്പൊ ഇല്ല, അവരൊക്കെ മരണമടഞ്ഞു. ഇന്നലെ കേട്ട വാർത്തയാണ്. അവരിൽ നല്ല കുറെ ആളുകളും പ്രയാസപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതൊരു കൂട്ടർക്ക് കിട്ടുക. കുടുംബക്കാരൊക്കെ അങ്ങോട്ട് പോയി എന്നാ കേൾക്കുന്നത്. അള്ളാഹു ആലം, എന്തോ ആവട്ടെ, അതിന്റെ കഥ നമുക്കറിയില്ല. എന്നായാലും നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ചെയ്തിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സൂക്ഷ്മത അതിന് കാരണമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഫതവക്കൽ അലല്ലാഹ്, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ കഴിയുക എന്ന്. എല്ലാറ്റിനും നാട്ടുകാരും കുടുംബക്കാരും ഏട്ടനും അനുജനും തന്നെ വേണമെന്ന് വിചാരിക്കേണ്ട. ചില സംഗതികൾ ഒരുപാട് ആളുകൾ കൂടെയുണ്ടെങ്കിലും നടന്നില്ലെന്ന് വരാം. ഒരുപാട് പദവികളിലും മദ്രാസിലുമുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടത്തും വലത്തും നമ്മുടെ ചങ്ങാതിമാരായിട്ടുണ്ടാകാം. ഈ സമൂഹത്തിലെ ഏറ്റവും തല ഉയർന്നു നിൽക്കുന്ന പാർട്ടിയിലോ സംഘടനയിലോ നമ്മൾ ഭാരവാഹിയുമായിരിക്കാം. എങ്കിലും ചിലത് നമുക്ക് നടന്നൊന്നും വരില്ല. അവരെയല്ല നമ്മൾ വരവേൽപ്പിക്കേണ്ടത്. നേരെ മറിച്ച് ഏതൊരു കാര്യം വരുമ്പോഴും ഫതവക്കൽ അലല്ലാഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ അംറാ. ഖുർആൻ പറയുകയാണ്, ആരല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നുവോ അവന് പിന്നെ അല്ലാഹ് മതി. അവൻ അല്ലാഹ് മതിയാകുന്ന പ്രയോഗം, അവൻ അല്ലാഹു മതി. ഇനിയോ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം പ്രാപ്തനാണ്. അല്ലാഹു വിചാരിക്കുന്ന കാര്യം നടപ്പിലാക്കാൻ, അല്ലാഹു തീരുമാനിച്ചത് നടത്താൻ, ഏതൊരു കാര്യവും അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ, അതിന് കൃത്യമായ ഫലം വരാൻ അല്ലാഹു പ്രാപ്തനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ അംറാ. എല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിൽ നടന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഏതൊരു കാര്യവും തവക്കുൽ ചെയ്യണം. എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടെ നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ബെഡ്ഷീറ്റിൽ കൂടെയുള്ള ആളുകൾക്കും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചേക്കും. അവരിൽ നിന്നും ചിലപ്പോൾ നമുക്ക് തലവേദനകൾ ഉണ്ടായേക്കും. അവർ ചിലപ്പോൾ നമുക്ക് പരീക്ഷണമായിരിക്കും, ചിലപ്പോഴല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഖുർആന്റെ പ്രയോഗം. അടുത്ത ആയത്ത് എന്താണെന്നറിയോ? ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ വന്നാലും, എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും, നമ്മളുടെ കൂടെ നടന്ന കളിച്ച് ചിരിച്ച് നടക്കുന്ന കുട്ടിയുടെ കൈകൾ ഛേദിക്കപ്പെട്ടാലും കാലുകൾ മുറിക്കപ്പെട്ടാലും, നമ്മളുടെ അത്താണിയായ സ്ഥാപനങ്ങൾ കത്തിച്ചാമ്പലായാലും, നമ്മൾക്ക് വലിയ ഒരു രോഗമുണ്ട് എന്ന് നമ്മളുടെ റിസൾട്ടിന്റെ പേപ്പറിനകത്ത് കണ്ടാലും, അല്ലാഹുവിൽ വരമേൽപ്പിച്ചോളൂ, എങ്കിൽ അല്ലാഹു മതിയവന്. നിങ്ങൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അതിന് അഭയം അല്ലാഹു കണ്ടുവരും, തരും, സംശയമില്ല. ഇത് നമ്മളുടെ റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. കച്ചവടം ചെയ്യാൻ പരിശ്രമിക്കുക, ഏത് ഫീൽഡിലും പരിശ്രമിക്കുക. ഹലാലായി സമ്പാദിക്കാൻ സാധ്യതയുള്ള കോഴ്സുകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. എല്ലാ കോഴ്സും അല്ല, അവർ ആ കോഴ്സ് കഴിഞ്ഞ് അവർ കഴിവുറ്റവരായി പുറത്തിറങ്ങുമ്പോൾ അവർ കയറി ചെല്ലാൻ സാധ്യതയുള്ള ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുസൽമാനെ നമുക്ക് ഹലാലാണെങ്കിൽ ഏത് കോഴ്സും പഠിപ്പിച്ചു കൊടുക്കും. നേരെ മറിച്ച് അവൻ എത്തിച്ചേരാനുള്ള സങ്കേതവും അവന്റെ വരുമാന മാർഗവും ഇസ്ലാം നിരോധിച്ച മേഖലയിലേക്കാണെങ്കിൽ ആ കോഴ്സ് നമ്മുടെ മക്കൾക്ക് വേണ്ട. അവന് എത്ര മാർക്ക് വാങ്ങി കാണിച്ചു തന്നാലും ശരി, ആ കോഴ്സ് നമുക്ക് ഭൂഷണമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ തവക്കുൽ ചെയ്യുക. കോഴിയെ, കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കൂട്ടിൽ മൂടിയിട്ട് തവക്കുൽ ചെയ്യുക. ഒട്ടകത്തെ അതിന്റെ കടിഞ്ഞാൻ പിടിച്ച് കയറി വെച്ച് കെട്ടിയിട്ട് തവക്കുൽ ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് തവക്കുൽ ചെയ്യുക. രോഗത്തിന് ഔഷധങ്ങൾ സേവിച്ച ശേഷം തവക്കുൽ ചെയ്യുക. എല്ലാം അങ്ങനെ. നമ്മളുടെ കടം തീർക്കാൻ ജോലിയിലേക്ക് പ്രവേശിക്കുക, തവക്കുൽ ചെയ്യുക. വീട്ടിലിരുന്നിട്ട് തവക്കുൽ ചെയ്താൽ പോരാ. എങ്കിൽ അല്ലാഹു നമുക്ക് അതിന് വഴി കാണിച്ചു തരും. നമ്മളുടെ റിസ്ക്
ലഭിക്കാൻ അതൊരു കാരണമാകുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മൂന്നാമത്തത് അൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടൽ. നമുക്ക് ഉപജീവനം ലഭിക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളി. ഖുർആന പറയണത് ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അവൻ ഏറ്റവും വലിയ പൊറുക്കുന്നവനാണ്, അതിനേക്കാൾ അപ്പുറത്തില്ല. അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നല്ല രണ്ട് ചങ്ങാതിമാരാണ്, കച്ചവടം ചെയ്തു, തമ്മാമിൽ തെറ്റി, മിണ്ടാതായി, 4-5 കൊല്ലം കൂട്ടിപ്പൊടി. അങ്ങനെ അവസാനം ഏതോ ഒരു കാരണത്തെ കുറച്ച് ആളുകൾ ഇടപെട്ടപ്പോൾ അവർ നന്നായി പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷെ വീണ്ടും ഒരു കച്ചവടം അവർ തമ്മിൽ ചെയ്യൂല. ചെയ്യോ? കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായി, തെറ്റി നിന്നു, നാട്ടുകാരിടപെട്ടു, കോംപ്രമൈസ് ചെയ്തു, വർഷങ്ങൾ സമയമെടുത്തു, വിദ്വേഷങ്ങളും പ്രചരണങ്ങളൊക്കെ നടന്നു, അവര് നന്നായി. പിന്നെ അയാൾ കടം വാങ്ങുമോ? ഇയാൾ കൊടുക്കൂല. നമ്മളെ ഇസ്തിഗ്ഫാറിന്റെ പരിധി അതാ. ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പിലുള്ള ആളുകൾ തെറ്റി വീണ്ടും നന്നായി, പഴയ ഫ്രണ്ട്ഷിപ്പിലേക്ക് അവർ വരൂല. നമ്മുടെ ഇസ്തിഗ്ഫാറിന്റെ പരിധി അതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്ത് അവനിലേക്ക് മടങ്ങുന്നവനോടാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാഹു അവനെ കൊണ്ടു നടക്കുന്നതാണ്. അല്ലാഹു അവനെ സ്നേഹിക്കും. കാരണം എന്താ? തന്റെ റബ്ബിനെ മനസ്സിലാക്കി റബ്ബിലേക്ക് മുഖം തിരിച്ച് കടന്നു വന്നവനാണ് അവൻ. ചെയ്തു പോയ പാപക്കറകൾ ഏറ്റുപറഞ്ഞ് മാപ്പാക്കി ഇനി ചെയ്യില്ലെന്ന് തീരുമാനിച്ചവനാണ് അവൻ. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്നഹു കാന ഗഫാറ. എന്നിട്ടോ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അടുത്ത ബോണസ് നോക്കിക്കോളി. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ തരാം. മഴ തരാന്ന് പറഞ്ഞാൽ കേവലം വെള്ളമല്ല. ആ മഴ തന്നിട്ട് വേണം നമുക്ക് ശ്വസിക്കാൻ. ആ മഴ കിട്ടിയിട്ട് വേണം നമുക്ക് ഭക്ഷിക്കാൻ. ആ മഴ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള സസ്യലതാദികളും പക്ഷിമൃഗാദികളും വളർന്നു വരാൻ. ആർക്ക് വേണ്ടി? മനുഷ്യന് വേണ്ടിയിട്ട്. മനുഷ്യന് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയിൽപ്പെട്ടതാണ് ഇതെല്ലാം, നമ്മൾ കാണുന്നതെല്ലാം. ഇതൊക്കെയും നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന അരുവികളും പുഴകളും നദികളും കടലും മത്സ്യവും പക്ഷികളും അതേപോലെ നമ്മൾ ഭക്ഷിക്കുന്ന ഈ പറഞ്ഞ കാലികളും മൃഗങ്ങളുമെല്ലാം, ഇതൊക്കെയും നമുക്ക് ലഭിക്കണമെങ്കിൽ മഴ വേണം. ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് തരാം. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. കഴിഞ്ഞില്ല. വയുംദിദുകും ബിഅംവാലിൻ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് സമ്പത്ത് തരാം. വബനീന. നിങ്ങൾക്ക് മക്കളെ തരാം. സുബ്ഹാനല്ലാഹ്. മക്കൾ ഉണ്ടാകാൻ ഇസ്തിഗ്ഫാർ നടത്താൻ. ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികളെ തരാം ഖുർആൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. മനോഹരമായ സ്വർഗം തരാം. സുബ്ഹാനല്ലാഹ്. ഇസ്തിഗ്ഫാർ നടത്തിയാൽ റിസ്ക് കിട്ടാൻ, ഉപജീവന മാർഗങ്ങൾ മനോഹരമാകാൻ, നമുക്ക് വരുമാനം ലഭിക്കാൻ, ആളുകളുടെ മുന്നിൽ യാചിക്കാതെ കിട്ടുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നതാണെങ്കിൽ അത് ലഭിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ എല്ലാവരും അത് തുടരുക. എല്ലാവരുടെ ധാരണയും തെറ്റ് ചെയ്തോ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി അല്ല. ലോകത്ത് ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ ചെയ്തതാരാ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതൽ പാപം ചെയ്തിട്ടാണോ? അല്ല. നമ്മൾ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങൾ നടത്തുന്നു. നമസ്കാരം, സലാം വീട്ടിയ ഉടനെ എന്താ ചെല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്. പാപം ചെയ്തിട്ടാണോ? അല്ല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. പാപങ്ങൾ ചെയ്തവർ തൗബയും വർദ്ധിപ്പിക്കുക. തൗബ വേറെയാണ്. തൗബ, പാപങ്ങൾ ചെയ്തവർ തൗബ ചെയ്യരുത് നിർബന്ധമാണ്. അവർ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ തെറ്റിലേക്ക് അവർ പോകരുത്. ആ തെറ്റിനെ വെറുത്തുകൊണ്ടേയിരിക്കണം. ആ പഴയകാല പാപങ്ങൾ ഓർത്തിട്ട് ആർക്കും സുഹൃതമോ സന്തോഷമോ സുഖമോ തോന്നാനും പാടില്ല. അതിനോട് അറപ്പായിരിക്കണം, വെറുപ്പായിരിക്കണം. നാലാമത്തത് സിലത്തുർ റഹീം. നിങ്ങളുടെ ഉപജീവനം വിശാലമാകാനും ഉപജീവനം സന്തോഷകരമാകാനും കച്ചവടം ഉണ്ടാകുന്നതാകാനും നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ജീവിക്കാൻ അനുഗുണമാകാനും കുടുംബബന്ധം ചേർക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിലത്തുർ റഹീം. ഇനിയോ ഉപജീവനം മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം. കുടുംബബന്ധം ഉപേക്ഷിക്കുന്നവന്, കുടുംബബന്ധം ഛേദിച്ചവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് പോകാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവ് മുതൽ അവൻ കഷ്ടപ്പാട് തുടങ്ങും. അവന് കബറിൽ പ്രയാസമായിരിക്കും,
അവൻ ബർസഖിൽ പ്രയാസമായിരിക്കും, മഹ്ശറിൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർത്താൽ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, കുടുംബ ബന്ധത്തെ മനോഹരമായി കൊണ്ടു നടന്ന ചില കുടുംബങ്ങൾ, ചില പ്രായാധിക്യത്തിൽ വരെ സന്തോഷപൂർവ്വം കുടുംബ ബന്ധങ്ങളെ ചേർത്തു പിടിക്കാൻ സാധിച്ച ആളുകൾക്ക് അള്ളാഹു ആയുസ് വരെ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കാര്യങ്ങൾ അള്ളാഹ് കൊണ്ടുപോയത് നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയും. അവരുടെ ഓരോ വിഷയങ്ങളിലും അള്ളാഹു എളുപ്പങ്ങൾ നൽകിയത് നമുക്ക് ഉദാഹരണ സഹിതം വിശദീകരിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുടുംബ ബന്ധം, എല്ലാവരുടെ ധാരണ എന്താ? കുറച്ച് സമ്പത്തും സെറ്റപ്പും ഒരു കോമ്പൗണ്ട് വാളും ഒരു കാറും ഒരു വരുമാനവും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. മറ്റുള്ളവർ ഇങ്ങോട്ടും വരണ്ട, ഞങ്ങൾ അങ്ങോട്ടും പോകൂല. ആ സിദ്ധാന്തമൊക്കെ കാറ്റിൽ പറന്നു പോകും. ഒരു മുസ്ലിമാണോ മുഅ്മിനാണോ കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമാണ്. അവൻ ഏത് പാർട്ടി ആയാലും ശരി, ഏത് സംഘടനയായാലും ശരി, കുടുംബത്തിലുണ്ടോ ബന്ധം പുലർത്തൽ നിർബന്ധമാണ്. ഇനി അഞ്ചാമത്തത് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവനെന്ത് ചെയ്യും? ഉപജീവനം എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറഞ്ഞൊരു സംഗതിയാണ്. എന്താണ്? നിങ്ങൾ സ്വതക്ക ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ എന്താവൂല, നിങ്ങൾ നശിച്ചു പോകൂല, തളർന്നു പോകൂല, നിങ്ങളെ സമ്പത്ത് കുറഞ്ഞു പോകൂല കേട്ടോ എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാൽ തന്നെ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. റസൂൽ സത്യം ചെയ്തു പറഞ്ഞൊരു സംഗതി, കുറയില്ല കേട്ടോ. ഇനിയോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എന്താണ്? യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. പലിശ നിങ്ങൾ വർദ്ധിക്കുക, പലിശ നിങ്ങളെ തളർത്തും, തകർക്കും. വയുർബി സ്വദഖാത്ത്, സദഖാത്തുകൾ നിങ്ങളെ വളർത്തും, വലുതാക്കും. സദഖ നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, പള്ളികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അള്ളാഹു നമുക്ക് സുന്ദരമായ ഒരു പള്ളി നൽകി, അല്ലേ? എത്ര നാടുകളിൽ പള്ളിയില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ട് ആളുകൾ. മറ്റുള്ള ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന നാട്ടിൽ ആത്മാർത്ഥമായി ആത്മീയതയുടെ ധന്യതയിൽ മനോഹരമായി സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആയിരക്കണക്കിന് നാടുകളുണ്ട്. ഇന്ത്യയിൽ പോലും, കേരളത്തിൽ പോലും. നമുക്ക് ഈ പള്ളി കിട്ടിയതിന് ചില്ലറ സുജൂദ് ചെയ്താൽ പോരാ. നമ്മൾ ഇതെല്ലാവർക്കും കൊടുക്കുമ്പോൾ വാരിത്തന്നതല്ല ആരും, തൗഫീഖാണ്. അതുകൊണ്ട് ഈ പള്ളിയെ കൊണ്ടു നടക്കൽ, ചേർത്ത് നടക്കൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. നമ്മൾ ഇതിന് കൊടുക്കുന്ന 1 രൂപ ഇതിന്റെ ഒരു അധികാരിക്കുമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഏത് നന്മയിലേക്കും നമ്മൾ ചെലവഴിക്കണം. നമ്മളൊന്നും ചെലവഴിക്കാൻ ഒന്നുമില്ല, വരുമാനമില്ല, ഗൂഗിൾ പേയിൽ ബാലൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ വണ്ടിക്കൊരു പഞ്ചറോ എഞ്ചിൻ തകരാറോ, നമ്മുടെ കുട്ടിക്ക് കാലിനൊരു സ്റ്റീലിടലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് കത്തിപ്പോകലോ, അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റർ എന്താ പറയാ കേടുവരികയോ ചെയ്താൽ വൈകുന്നേരമാകുമ്പോഴേക്കും പണം പൊക്കുന്നവരാ നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ അവസരങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് എല്ലാ കാലത്തും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നിങ്ങളുടെ ഉപജീവനത്തിന്റെ, നിങ്ങളുടെ റിസ്കിന്റെ കാര്യം അവർ നോക്കിക്കൊള്ളും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. റിസ്ക് ലഭിക്കാനുള്ള 6ാമത്തെ മാർഗമാണ് അൽ ഇഹ്സാനു അലൽ ഫുഖറാഇ വൽ മസാകിൻ. സാധുക്കളെയും പാവങ്ങളെയും സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. ഖുർആനിൽ ഒരു വല്ലാത്തൊരു ആയത്തുണ്ട്, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, വലാ തുശ്രികു ബിഹി ഷൈഅ, അവനിൽ പങ്കു ചേർക്കരുത് ഒരാളെയും. എന്നിട്ട് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. 2ാമത്തത്. പിന്നെയോ വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകിൻ വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് വസാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ. സാധുക്കളെയും പാവങ്ങളെയും ഒക്കെ സഹായിക്കും. അതിലൊരു വല്ലാത്തൊരു പ്രയോഗമുണ്ട്. എന്താണ്? ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. കുടുംബ ബന്ധമുള്ള അയൽവാസികളെയും കുടുംബ ബന്ധമില്ലാത്ത അയൽവാസികളെയും നിങ്ങൾ സഹായിക്കും. അതായത് വാപ്പാന്റെ ഒരു സ്വത്ത് തന്നെ ഓതി വെച്ച് മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് ഏട്ടൻ അനുജനൊക്കെ ഉണ്ടാവും. അവർ കുടുംബമാണ്, രക്തബന്ധുവാണ്, അതോടൊപ്പം അവർ അയൽവാസികളാണ്. രണ്ട് കോൺട്രാക്റ്റാണ് അവരുമായിട്ട് വേണ്ടത്. ഇനിയോ നമ്മളൊരു പുതിയ നാട്ടിൽ പോയി വീടെടുക്കുന്നു, അവർ കുടുംബക്കാരല്ല, പരിസരവാസികൾ, പക്ഷെ അയൽവാസിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ഖുതുബയിൽ കേൾക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ പാവങ്ങളും സാധുക്കളും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഇന്ന് സമൂഹത്തിൽ. ഒരു സ്കൂളിലെ 500 കുട്ടികൾ എടുത്തു നോക്കിയാൽ ആരാണ് പാവങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകില്ല.
എല്ലാ മക്കളുടെയും മനസ്സിന്റെ മാണിക്യക്കല്ലായി അവർ കാണുന്ന മാതാപിതാക്കൾ അവരുടെ മനസ്സിന് രോമാഞ്ചങ്ങൾ ഉണ്ടാക്കുന്ന നിറത്തിലുള്ള നിറവർണ്ണങ്ങൾ ചാലിച്ച വാട്ടർ ബോട്ടിലും ബാഗും യൂണിഫോമും വാങ്ങിക്കൊടുത്താൽ അയാൾ പണക്കാരനാണെന്ന് വിലയിരുത്തരുത് സമൂഹം. അത് തന്റെ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ആ വാപ്പയും ഉമ്മയും ചെയ്ത ത്യാഗത്തിന്റെ അടയാളമായിരിക്കും. അതിനാണ് യൂണിഫോം സിസ്റ്റം. ഇനിയോ ഖുർആൻ പറയുന്നുണ്ട്, ലിൽ ഫുഖറാഇൽ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ് യഹ്സബുഹുൽ ജാഹിലു അഖിയ്യാ മിനത് തഅഫുഫ്. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും യഥാർത്ഥ ഫഖീർ ആരാന്ന് ഖുർആൻ പറയാ സൂറത്ത് ആൽ ഇംറാനിൽ. എന്താ പറഞ്ഞാൽ അറിയോ? അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അവരുടെ മുഖം സന്തോഷത്തിലായിരിക്കും, ഒരു മാന്യമായ വേഷം ധരിക്കുന്നവരായിരിക്കും. അവർ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി വരില്ല. അവർ വല്ലാത്തൊരടയാളം. ഉദാഹരണം, നമ്മുടെ നാട്ടിലെ പണക്കാർ, പാവപ്പെട്ടവർ, രണ്ട് വിഭാഗമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിലും പല ദുരിതങ്ങൾ വന്ന സമയത്ത് പണക്കാർക്ക് പണമുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പാവപ്പെട്ടവരെ ഈ പണക്കാരൻ സഹായിച്ചത് കൊണ്ട് പാവപ്പെട്ടവരും രക്ഷപ്പെട്ടു. എന്നാൽ പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് കിറ്റും സമ്പത്തും എത്തിക്കാൻ വേണ്ടി പണിയെടുത്ത പലരിലും ഇതിൽ അർഹതപ്പെട്ടവരുണ്ട്. പക്ഷെ അവരാരും ഇത് എനിക്കും വേണ്ടതാണെന്ന് പറയാറില്ല. കമ്മിറ്റികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന് വേണ്ടി എല്ലാവരും പുതിയ ഡ്രസ്സ് എടുക്കണം, ഒരേ കളറിൽ നമ്മൾ എല്ലാവരും ഒരു ഡ്രസ് കോഡ് വേണം എന്നൊക്കെ പറയുമ്പോൾ ഒപ്പിച്ചു വരുന്ന ചില കുടുംബക്കാർക്ക് അത് വാങ്ങാനുള്ള പണം ഉണ്ടാവില്ല. പക്ഷെ അവരെങ്ങനെയെങ്കിലും ഒപ്പിക്കും. അവർ ഫക്കീറുകളാണ്. അതുകൊണ്ട് കുടുംബത്തിലുണ്ട്, അയൽപക്കത്തുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്, മഹല്ലിലുണ്ട്, നമ്മളുടെ കൂടെ കഥയും രസവും ഹരവും പറയുന്ന ആളുകളിൽ പണം ആവശ്യമുള്ളവരുണ്ട്. അവരെ കണ്ടെത്തലാണ് ബുദ്ധി. യാചിക്കുന്നവനെയും ജീർണിച്ച കുപ്പായമിട്ടവനെയും മാത്രം സാധുക്കളാണെന്ന് വിചാരിക്കുന്ന നമുക്ക് തെറ്റുപറ്റാറുണ്ട് പലപ്പോഴും. അവരുടെ അക്കൗണ്ടിലുള്ള പണം ചിലപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മളെ കൂടെയുള്ളവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സാധുക്കളെ സഹായിച്ചാൽ കച്ചവടത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ലാഭമൊക്കെ എണ്ണി സന്തോഷത്തോടെ കീശയിലിടുമ്പോൾ പുറത്തേക്ക് ആർക്കെങ്കിലും കുറച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഭക്ഷണമാകട്ടെ, സാധനമാകട്ടെ, വസ്തുക്കളാകട്ടെ, എല്ലാ വക്തിലും എല്ലാ നമസ്കാരത്തിന്റെ കൂടെയും നിങ്ങളുടെ സദഖയെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? എല്ലാ പള്ളി പോക്കിലും ഒരു 50 രൂപയോ 100 രൂപയോ സംഭാവന കൊടുക്കണം, ആരെയും സഹായിക്കണം എന്ന് വിചാരിക്കും. എങ്കിൽ നിങ്ങളുടെ റിസ്ക് അല്ലാഹു എളുപ്പാക്കി തരുന്നതാണ്. ഇനിയോ ഏഴാമത്തെ പോയിന്റ്, ആരാധനയിൽ മനസ്സ് മുഴുവനും അള്ളാഹ്ക്കാക്കുക. എല്ലാ ഇബാദത്തിനും അള്ളാഹു പ്രതിഫലം തരണം. ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന് നിയ്യത്ത് വേണം, അതിനെനിക്ക് കൂലി കിട്ടണം, നിർബന്ധമാണ്. ഒന്നും ഹരത്തിനാവോ പോകരുത്, ഒന്നും ഒരു നേരം പോക്കിനാകരുത്, ഒരു ഏർപ്പാടായിട്ട് കാണരുതാലും. പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ പല ആഘോഷങ്ങളും ആചാരങ്ങളും ഏർപ്പാടുകളാണ്. പലപ്പോഴും അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, മറ്റാൾ വന്നില്ലേ, ഇന്നതാക്കിയില്ലേ, ഇതിന് കൂലിയുണ്ടോ, അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. അയാൾ വിസ്മിച്ചില്ലല്ലോ, അത് ചിന്തിക്കുന്നില്ല. ഇത് ദീനി പറഞ്ഞതാണോ, അത് ചിന്തിക്കുന്നില്ല. എല്ലാം ഏർപ്പാടായിട്ട് ഇങ്ങനെ നടത്തുക പറ്റൂല. എല്ലാവരും പോകുമ്പോൾ നമ്മൾ കൂടെ കൂടുക പറ്റൂല. ഏത് നിലക്കും പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ മുഴുവനും മനസ്സ് മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തണം. കച്ചവടത്തിനിടയിൽ കൈകെട്ടുമ്പോൾ 4 റക്അത്ത് കച്ചവടമാണ് അയാൾ ചെയ്യുന്നത്, പറ്റൂല. കച്ചവടമൊക്കെ മാറ്റി നിർത്തണം. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. നിങ്ങളുടെ കൂട്ടത്തിലെ ആണുങ്ങൾ ആരാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരാണവർ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അവരുടെ കച്ചവടമോ ഇടപാടുകളോ ഏർപ്പാടുകളോ അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്ന് അവർക്ക് തടസ്സമാകുന്നില്ല. അവർ ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യും. ബാങ്ക് കേൾക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് പള്ളിയിൽ. പിന്നെ പള്ളിയിൽ ആ കച്ചവടത്തിന്റെ ബാക്കി പരിപാടിയില്ല. പള്ളിയിലെത്തിയിട്ട് കടയിലേക്ക് വിളിക്കുന്ന പരിപാടിയില്ല, നിർത്തി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്ത് മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ പറഞ്ഞില്ലേ? ജുമുഅക്ക് വരാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് അതിനുശേഷം നിങ്ങൾ ഏർപ്പാടിന് പോയിക്കോളി. അങ്ങനെയാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തരുണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നല്ലവരായ ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹി വസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങളിലെ ഒരുപാട് പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്.
അതുപോലെ ഒന്നാണ് മതാബഅത്തുൽ ഹജ്ജ് വൽ ഉംറ. ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം നൽകുന്ന ഏതൊരുവിധ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലൊരു പരിഹാരമാണ് മക്കത്തേക്ക് പോകുന്നത്. കഅബാലത്തിന്റെ അടുക്കൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലും പൂർവികരായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള ആളുകൾ, ലോകത്ത് വന്ന അമ്പിയാക്കളഖിലവും മുഴുവനും എത്തിച്ചേർന്നൊരു മണ്ണാണത്. അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയും. മറ്റുള്ള ഏതെല്ലാം കേന്ദ്രങ്ങളിലേക്കാണ് മുസ്ലിം സമുദായം പോകുന്നത്? അവിടുത്തെ വെള്ളം കുടിക്കാൻ ആളില്ല, പലപ്പോഴും അതിനത്ര പ്രസക്തിയില്ല സംസമിന്. മറ്റുള്ള ഓരോ വെള്ളങ്ങളും മൗലിയ വെള്ളം, മറ്റേ വെള്ളം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പോലീശയാണ്. മന്ദിരിച്ചൂതിയ വെള്ളം ആര് മന്ദിരിച്ചൂതിയത്? അദ്ദേഹം അത് കുടിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളതിനൊക്കെ പോലീശയാണ്. ഇങ്ങനെയുള്ള നാടിന് പോലീശയില്ല. കേവലമായ ഒരു കേന്ദ്രമായിട്ട് മാത്രം കാണുന്നവരുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും നിർവഹിച്ചാൽ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് മഖ്ബൂലായി നിർവഹിച്ച ആൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി മാറുന്ന. അവിടെ പോയി ചോദിച്ചാൽ അള്ളാഹു മറയില്ലാതെ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്ന, ഇസ്തിഗ്ഫാറിനും തൗബക്കും ആവശ്യ പൂർത്തീകരണത്തിനും ആഗ്രഹ സഫലീകരണത്തിനും ഏറ്റവും ബെസ്റ്റ് കഅബാലയമാണ്, മക്കത്തും മദീനത്തുമാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്ദർശനം, കഅബയിൽ ചെന്ന് ഉംറ നിർവഹിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ഒരു സൽക്കർമ്മമുണ്ടല്ലോ, പരിശുദ്ധ ഹജ്ജും. ഒരുപാട് ആളുകൾ പരിശുദ്ധ ഹജ്ജ് നിർവഹിച്ചെത്തി തുടങ്ങി. അള്ളാഹു അവർക്കെല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി വരാനുള്ള ആളുകൾക്ക് ഒരു അപകടവും പറ്റാതെ മനോഹരമായി തിരിച്ചെത്താനും സംശുദ്ധമായ ജീവിതം നയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ക് ലഭിക്കാനുള്ള മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ വ്യാപകമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ അത് അങ്ങനെ കാണാറില്ലെങ്കിലും, പക്ഷെ സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമികമായ അന്തരീക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട് വിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം, അങ്ങനെ ഒരു ആൾപ്പാർപ്പുള്ള ഇടത്തേക്ക് മാറുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുറിയിൽ കിടന്നിട്ട് നമസ്കരിക്കാൻ എഴുന്നേക്കാൻ വയ്യാൽ പിന്നെ ആ മുറി മാറി അടുത്ത ഭാഗത്തേക്ക് എടുക്കത്തെ കെട്ടത്തം മാറ്റിയെന്ന താമസങ്ങൾ മാറ്റിയിരുന്നു ആളുകൾ. ചില നാട്ടിൽ പുരയെടുത്തു, അവിടെ നമുക്ക് സ്വഭയ്ക്കിരിക്കാൻ കഴിയുന്നില്ല. അമലുകളിൽ പലതിലും നമ്മൾ പരാജയപ്പെടുകയാണ്. പഴയ സമാധാനം കിട്ടണില്ലെങ്കിൽ വിട്ടുപോകാനാ പറഞ്ഞത്. അവിടെ പിശാച് കുടിയിരിക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ശൈത്താൻ നിങ്ങളെ കൂട്ടാളിയായി നിങ്ങളെ കൂടെ കൂടുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, തറവാട് സംവിധാനങ്ങളും കുടുംബ സംവിധാനങ്ങൾക്കും ഇടയിൽ വിട്ടുനിന്ന് വീടെടുത്ത് പോകുന്ന ആ വീടിന്റെ അവസ്ഥ എന്താ? സിനിമയും പാട്ടും കൂത്തും, ആർക്കും ആരെയും ഉപദേശിക്കാനും ഇല്ല. ആരും നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആർക്കും പ്രശ്നമില്ല. ബാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒരു കോംപ്രമൈസിൽ ഇങ്ങനെ പോവുകയാണ്. ബാപ്പ 9 മണിക്ക് നിസ്കരിച്ചാലും പ്രശ്നമല്ല, ഉമ്മ 8 മണിക്ക് നിസ്കരിച്ചാലും പ്രശ്നമല്ല, കുട്ടികൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, നിസ്കരിച്ചാലും പ്രശ്നമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവുകയാണ്. പിശാചിന്റെ പടയാണ്. പ്രിയപ്പെട്ടവരെ, ദീന് ഒറ്റയ്ക്ക് ചിലപ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയൂല. പക്ഷെ ഒരു കൂട്ടായ്മയും സംവിധാനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി. അതാണ് സംഘടനാ സംവിധാനങ്ങൾക്കുള്ള പ്രത്യേകത. അതാണ് അതിലൊരു മനുഷ്യൻ നിലകൊള്ളുമ്പോൾ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി അത് പുറത്ത് നമുക്ക് കിട്ടൂല. നമ്മുടെ ഒരു ഭാരവാഹിയാകുക, നമ്മുടെ ഇസ്ലാമിക ഷിആർ ധരിക്കുക, വേഷം ധരിക്കുക, ഇസ്ലാം രൂപത്തിൽ നടക്കുമ്പോൾ ഒരു സിനിമാ തിയേറ്ററിലും പോയി നിൽക്കാൻ വരെ നമ്മുടെ ലജ്ജ നമ്മളെ സമ്മതിക്കില്ല. ഒരു തോന്നിയാസ കേന്ദ്രങ്ങളുടെ ഇടവഴികളിലൂടെ നടന്നു പോകാൻ നമ്മുടെ ലജ്ജ നമ്മളെ സമ്മതിക്കില്ല. ഒരു കലഹത്തിലോ ഒരു അടിപിടി കേസിലോ ഇടപെടാൻ നമ്മുടെ ലജ്ജ നമ്മളെ സമ്മതിക്കില്ല. അതാണ് ഇസ്സത്തുള്ള പ്രതാപമുള്ളവരായി മാറും ആ സമയങ്ങളിൽ. ഇനി മറ്റൊന്നാണ്, മതം പഠിക്കുന്നവരെ സഹായിച്ചാൽ അയാൾക്ക് അല്ലാഹു ഉപജീവനം നൽകുന്ന, മതം പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് നമ്മളുടെ വരുമാനത്തിൽ നിന്ന് വലിയൊരു സഹായം കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാടിൻ്റെ വെളിച്ചമായി നിൽക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്ന മസ്ജിദുകൾക്കും മദ്രസകൾക്കും അതുപോലെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ നടക്കുന്ന സംവിധാനങ്ങൾക്കുമെല്ലാം നമ്മളുടെ വക സാമ്പത്തികമായിട്ടോ മറ്റോ സഹായിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഴിയണം. ഇതൊക്കെയും റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തതാണ്, ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നമുക്കെല്ലാവർക്കുമുള്ള
പ്രയാസവും ആശങ്കയും ഖുർആൻ പറയണം. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയാം, നിന്റെ നാഥൻ അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് ജീവിത വിഭവം ധാരാളമായി നൽകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയണേ, എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു അതിന് കുറവും വരുത്തും. ചില ആളുകൾക്ക് കുറെ കൊടുക്കും, ചില ആളുകൾക്ക് കുറച്ച് കൊടുക്കും. ബേജാറാവണ്ട. ഖുർആൻ പറയണേ, ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അവൻ തന്റെ ദാസന്മാരെ പറ്റി നന്നായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു. അള്ളാഹ്ക്ക് അറിയാം ആർക്കാ ഇത് അധികം കൊടുക്കേണ്ടി. നല്ല മനുഷ്യന്മാർക്ക് ചിലപ്പോൾ കൊടുക്കൂല, അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന കൈകളിലേ അള്ളാഹ് അത് കൊടുക്കുള്ളൂ. ചില ആളുകൾ കേടാവാൻ സാധ്യതയുണ്ട് ആ സമ്പത്ത് കൊടുത്താൽ. അതുകൊണ്ടായിരിക്കും ചിലപ്പം ചിലർക്ക് അള്ളാഹ് കൊടുക്കാത്തത്. അപ്പൊ അള്ളാഹു കൃത്യമായി അറിയുന്ന ആളുടെ കയ്യിലാണ് അള്ളാഹു എന്ത് ചെയ്യുക? ഈ ജീവിത വിഭവം ധാരാളമായി നൽകുക. എല്ലാവരും ശുക്ർ കൊണ്ടും സബ്ർ കൊണ്ടും അതിനെ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അത്തരം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മരണപ്പെട്ട ആളുകൾ ഇന്ന് പോലും മരിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മരണപ്പെട്ട സഹോദരന് സ്വർഗം നൽകി അവൻ്റെ ജന്നാത്തു നഈമിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا الا للذين امنوا ربنا انك رؤوف رحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى آل محمد.